മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് ഡൽഹിയിൽ ബി.ജെ.പി. പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് എത്തുന്നതെന്നാണ് സൂചന. 12 കോൺഗ്രസ് എം.എൽ.എമാർ കമൽനാഥിനൊപ്പമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായുണ്ട്. ബൽറാം, രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടയാളാണ് കമൽനാഥ്. ഇനി ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നതിന്റെ ആദ്യപടിയാണോ ഈ ഡൽഹി യാത്ര? ഒപ്പം എം.എൽ.എമാർ ഉണ്ട് എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, കമൽനാഥ് ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡുമായി ഇടയുന്നത് ഈ രാജ്യസഭാ സീറ്റിൻ്റെ പേരിലാണ്. കഴിഞ്ഞയാഴ്ച അദ്ദേഹം ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ കണ്ട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നൽകാനാകില്ല എന്ന് സോണിയാഗാന്ധി അടക്കമുള്ളവർ വ്യക്തമാക്കി. തുടർന്ന് ദിവസങ്ങൾക്കകമാണ്, മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹം ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്നും ബി.ജെ.പി. പാളയത്തിലേക്ക് പോകുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത് ഒരു ഘട്ടത്തിലും നിഷേധിക്കാൻ കമൽനാഥ് ഇതുവരെയും തയ്യാറായിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്നും ചർച്ചകൾ മുന്നോട്ട് പോയിരിക്കുന്നുവെന്നും ഉടൻ തന്നെ കമൽനാഥ് ബി.ജെ.പിയിലേക്ക് എത്തിയേക്കും എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അഭ്യൂഹങ്ങൾ എന്ന തരത്തിലാണ് പ്രചരിക്കുന്നത് എങ്കിൽ പോലും അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള നടപടികൾ കമൽനാഥിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയത്. മകൻ നകുൽനാഥിനോടൊപ്പമായിരിക്കും അദ്ദേഹം ബി.ജെ.പി. അംഗത്വം എടുക്കുക എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ കഴിഞ്ഞയാഴ്ച തന്നെ കമൽനാഥ് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാനായി വസതിയിൽ വിളിച്ചു ചേർത്ത ഒരു വിരുന്ന്, അത്താഴ വിരുന്നിൽ 12 എം.എൽ.എമാർ, കോൺഗ്രസ് എം.എൽ.എമാർ പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെ പൂർണ്ണ പിന്തുണ കമൽനാഥിനുണ്ട് എന്ന് തന്നെയാണ് ഈ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുന്നുണ്ട്. കമൽനാഥ് പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹത്തിന് പാർട്ടിയുമായുള്ള ബന്ധം എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുള്ളതാണ് എന്നുമാണ് സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ കമൽനാഥിന് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ പരിഗണന പാർട്ടിയിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ദേശീയ നേതൃത്വം ഈ കമൽനാഥ് ബി.ജെ.പിയിലേക്ക് എന്ന റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലെങ്കിൽ പ്രതികരണം ഇക്കാര്യത്തിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ബി.ജെ.പി. കേന്ദ്രങ്ങൾ ഇത് ശരിവെക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഗോപികൃഷ്ണൻ. ബൽറാം, ഈ 12 കോൺഗ്രസ് എം.എൽ.എമാർ കമൽനാഥിനൊപ്പം ബി.ജെ.പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗോപികൃഷ്ണൻ, നിലവിൽ കമൽനാഥിന് കോൺഗ്രസിൻ്റെ 12 എം.എൽ.എമാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഈ 12 പേരും ബി.ജെ.പിയിലേക്ക് അദ്ദേഹത്തോടൊപ്പം പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെങ്കിൽ പോലും കമൽനാഥ് എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും ഉറച്ചു നിൽക്കുന്ന കമൽനാഥിൻ്റെ ഏറ്റവും വിശ്വസ്തരായ അംഗങ്ങളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരും ബി.ജെ.പിയിലേക്ക് പോയേക്കും എന്ന അഭ്യൂഹങ്ങളാണ്. ഈ എം.എൽ.എമാരുമായി ബന്ധപ്പെട്ടും പ്രതികരണങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. കമൽനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാനത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേരിട്ടത്. ദേശീയ നേതാക്കൾ പോലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ ഇടപെട്ടിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് PCC അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ വലിയൊരു പിന്തുണ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ 12 എം.എൽ.എമാർ ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അവരും അദ്ദേഹത്തോടൊപ്പം ബി.ജെ.പിയിലേക്ക് എത്തിയേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ഇടപെടൽ ഏത് തരത്തിലുണ്ടാകുമെന്നും അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഔദ്യോഗികമായ ചർച്ചകൾ ഡൽഹിയിൽ നടന്നേക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം എന്നുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ രഹസ്യമായ ചർച്ചകളായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം തന്നെയാണ് കമൽനാഥ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുകയാണെങ്കിൽ. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കമൽനാഥിനെ പോലെ പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവ്, പലതവണ മന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വ്യക്തി, ഒരു PCC അധ്യക്ഷനായിരുന്ന വ്യക്തി, ഇന്ദിരാഗാന്ധി കാലം മുതൽ തന്നെ പാർട്ടിയെ സേവിക്കുന്ന രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നറിയപ്പെടുന്ന ഒരു നേതാവ്, അദ്ദേഹം പാർട്ടി വിടുക എന്നുള്ളത് കോൺഗ്രസിന് വലിയ ആഘാതമാണ്. പ്രത്യേകിച്ചും തുടർച്ചയായി മഹാരാഷ്ട്രയിൽ മിലന്തിയോറ അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉത്തർപ്രദേശിലും തലമുതിർന്ന നേതാക്കൾ ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ളവർ പാർട്ടിക്ക് പോയതിന് സമാനമായ ഒരു ആഘാതം ഈ മധ്യപ്രദേശ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം കമൽനാഥിൻ്റെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ഇപ്പോൾ പാർട്ടിക്ക് എടുത്തു പറയാൻ കഴിയുന്ന തലമുതിർന്ന രണ്ട് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് കമൽനാഥ്. മറ്റൊരാൾ ദിഗ്വിജയ് സിംഗ് ആണ്. അദ്ദേഹവുമായും കമൽനാഥ് സ്വരച്ചേർച്ചയിലല്ല എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വലിയ ചർച്ചയായിരുന്നെങ്കിൽ പോലും ഇത്തവണ ദിഗ്വിജയ് സിംഗ് എന്നാൽ പൂർണ്ണമായും പിന്നീട് മൗനം പാലിച്ച് ഒഴിഞ്ഞു മാറുന്നതായിരുന്നു കണ്ടത്. പൂർണ്ണമായും കമൽനാഥിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പാർട്ടിക്ക് വലിയ ആഘാതം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട്. കൂടാതെ സഖ്യകക്ഷികളെ പോലും അദ്ദേഹം മുഷിപ്പിച്ചതിലും വലിയ അതൃപ്തി ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നു. പിന്നെ ഇതിനെ തുടർന്നാണ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കമൽനാഥിൻ്റെ രാജി ചോദിച്ചു വാങ്ങിയത്. അത് അദ്ദേഹത്തിന് വലിയ ആഘാതമായിരുന്നു. പിന്നാലെയാണ് രാജ്യസഭാ സീറ്റ് കൂടി നിഷേധിക്കപ്പെട്ട സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് മകൻ നകുൽനാഥിന് ഒരു ലോക്സഭാ സീറ്റ്, കമൽനാഥിന് ഒരു രാജ്യസഭാ സീറ്റ് അടക്കമുള്ളവ, അല്ലെങ്കിൽ മകന് മന്ത്രിസ്ഥാനം എന്ന തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ആരുമായി ഏത് തരത്തിലേക്ക് ഈ ചർച്ചകൾ നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.